കുട്ടികളിലെ വിശപ്പില്ലായ്മ. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതുമൂലം കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് തരണം ചെയ്യാം? കുട്ടികളുടെ വിശപ്പില്ലായ്മയുടെ പ്രധാന കാരണങ്ങൾ മാതാപിതാക്കളുടെ അവബോധമില്ലായ്മ, അതോടൊപ്പം കുട്ടിക്ക് കൃമിയുടെ രോഗം, അതുപോലെ അണുബാധകൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതുമൂലവും കുട്ടികൾക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവും. ഇതുമൂലം കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കുറയുക, ബലഹീനത്വം, അതായത് ചെയ്യുന്ന കാര്യങ്ങളിൽ താല്പര്യക്കുറവ്, പഠനത്തിൽ പ്രശ്നം, അനീമിയ, ഇതിനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റും? നമ്മൾ നല്ല പോഷക സമൃദ്ധമായ ആഹാരം കുട്ടികൾക്ക് നൽകുക. എക്സാമ്പിൾ, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ക്യാരറ്റ്, ബീൻസ്, ബീട്രൂട്ട്, എഗ്ഗ്, അതുപോലെ ഫിഷ്, ഈ തരത്തിലുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക. വൈറ്റമിൻ B12 കോംപ്ലക്സ് റിച്ച് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, അതായത് നമ്മുടെ ഇലവർഗ്ഗങ്ങൾ, പച്ചക്കറി വർഗ്ഗങ്ങൾ, മീന്, മുട്ട, ഇതെല്ലാം നമ്മുടെ ആഹാരത്തോടൊപ്പം ഉൾപ്പെടുത്തുക. കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നുണ്ടാവും. അതിന് നമ്മൾ പുതിയ പുതിയ രീതിയിലുള്ള പാറ്റേൺ യൂസ് ചെയ്യണം. അതായത് കുട്ടിക്ക് നമ്മൾ ചപ്പാത്തിയൊക്കെ കൊടുക്കുന്ന നേരത്ത് അതിൽ വല്ല സ്മൈലി പോലെ സോസ് വെച്ച് വരയ്ക്കുക, എന്നിട്ട് അത് കൊടുത്തു വിടുക. അപ്പോൾ കുട്ടിക്ക് അത് ഒരു കൗതുകമുണ്ടാവും കഴിക്കാനുള്ളത്. അതുപോലെ കുട്ടികൾക്ക് നമ്മൾ പയറ് വർഗ്ഗങ്ങളും കടല വർഗ്ഗങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. പാലിൽ നിന്നും നമുക്ക് കാൽഷ്യവും വൈറ്റമിൻസും 1 in 6 months നമ്മൾ ഡീവേമിങ് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. കാരണം കുട്ടിയുടെ കൃമിശല്യം ഇതൊരു പ്രധാന പ്രശ്നമാണ്. ഇതിനെ തരണം ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതുകൂടാതെ വേണ്ടി വന്നാൽ ഒരു ഫിസിഷ്യൻ്റെ സഹായത്തോടെ നമുക്ക് അയൺ സിറപ്പ് നൽകാവുന്നതാണ്. ഒരു ആരോഗ്യമായ കുട്ടിയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ആരോഗ്യമായ സമൂഹത്തെ നമുക്ക് വളർത്താൻ സാധിക്കും.